ഓർജിൻസ് കോക്ക് സിതാരെ ജമീൻ പർ. ഇതൊരു സ്പോർട്സ് കോമഡി ഡ്രാമയാണ്. അമീർ ഖാൻ്റെ അമീർ ഖാൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള 2007 റിലീസ്ഡ് ആയിട്ടുള്ള താരെ ജമീൻ പറുമായിട്ട് ഇതിന് പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല. ഇത് പറയപ്പെടുന്നത് സ്പിരിച്വൽ സക്സസർ ഓഫ് താരെ ജമീൻ പർ എന്നാണ്. കാരണം താരെ ജമീൻ പറിൽ ആ കുട്ടി ഉണ്ടല്ലോ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, അതേപോലെ ഇത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കൂട്ടം കുട്ടികളുടെ കഥയാണ്. അവരുടെ ഇമോഷൻസ്, അവരുടെ ഫണ്ണ്, അവരുടെ ലൈഫ്, അതാണ്. പക്ഷേ ഇത് ഒരു കോമഡി ആണ് മെയിനായിട്ട്. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും കുറേ ഇമോഷൻസ്, പിന്നെ ഫീൽ ഗുഡ് സ്പോർട്സ് ഡ്രാമയുടെ സ്ഥിരം ടെംപ്ലേറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബേസിക്കലി ലോട്ട്സ് ഓഫ് ഫൺ ഇൻ ദിസ് ഫിലിം. ഇത് ആക്ച്വലി 2018 സ്പാനിഷ് ഫിലിം ചാമ്പ്യൻസ്, അതിൻ്റെ റീമേക്കാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന RS പ്രസന്നയാണ്. ദിവ്യനിധി ശർമ്മയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അമീർ ഖാൻ തന്നെയാണ് പ്രൊഡ്യൂസർ. ഇതിൻ്റെ മ്യൂസിക് ശങ്കർ എഹ്സാൻ ലോയ്. ഇതിൽ നത്തിങ് എന്ന് പറഞ്ഞ സോങ് ഉണ്ട്, നല്ല വൈബായിരുന്നു. അതിൻ്റെ പിന്നെ മേക്കിങ്ങും ആ പാട്ടും നല്ല ഓളമുള്ളൊരു സോങ്. റാം സമ്പത്താണ് ഒറിജിനൽ സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. സിനിമ ആരംഭിച്ച് ഉടനെ തന്നെ അമീർ ഖാൻ എൻട്രിയാണ്. യാതൊരു ഗിമിക്സ് ഇല്ലാത്ത സിനിമയാണ്. ഇതൊരു ഗംഭീരമായിട്ടുള്ള, താരെ ജമീൻ പർ പോലെ ഗംഭീരമായിട്ടുള്ള, അല്ലെങ്കിൽ രാജ്കുമാർ ഹിരാനി സിനിമകളെ പോലെയുള്ള അതിഗംഭീര സിനിമയൊന്നുമല്ല. പക്ഷേ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കുറേ കോമഡീസ് ഉള്ള സിറ്റുവേഷണൽ കോമഡീസാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ അവരെ ഫോർ ദ സേക്ക് ഓഫ് ക്രിയേറ്റിംഗ് കോമഡി, അതിനു വേണ്ടിയിട്ട് അവരെ യൂസ് ചെയ്തില്ല, അവരെ മേക്കിംഗ് ഫൺ ഓഫ് ദം അല്ല. ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേക്കകത്ത് തന്നെ, ഇതിൻ്റെ സിനാരിയോക്കകത്ത് തന്നെ, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ ഇടയ്ക്ക് ഈ അമീർ ഖാൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ മറ്റേ ചാമ്പ്യൻസിൻ്റെ അതേ സെയിം കഥയാണ്. അമീർ ഖാൻ ഒരു കോച്ചിനെ ഇടിച്ചിട്ട് പണിഷ്മെൻറ്റ് കിട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ സീനിയർ കോച്ചിന്, ബാസ്ക്കറ്റ് ബോൾ കോച്ചാണ്. ബാസ്ക്കറ്റ് ബോളാണ് ഇതിൽ ഗെയിം എന്ന് പറയുന്നത്. ബാസ്ക്കറ്റ് ബോൾ കോച്ചിന് ഇടിച്ചിട്ട് പണിഷ്മെൻറ്റ് കിട്ടിയിട്ട് ഇദ്ദേഹത്തെ വിടുവാണ് ഈ ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പിന്നെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാസ്ക്കറ്റ് ബോൾ. അപ്പോൾ അവിടെ ഈ അമീർ ഖാൻ ഈ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമഡി പിന്നീട് അങ്ങോട്ട് ത്രൂ ഔട്ട് ഇതാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷണൽ കോമഡീസാണ് ഫുള്ളായിട്ടുള്ളത്. ആമീറിൻ്റെ എൻട്രി ഒരു സിമ്പിൾ എൻട്രി, അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്ക് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ അവിടെ എത്തി. അതിൽ മലയാളിയായിട്ടുള്ള ഗോപികൃഷ്ണൻ വർമ്മ, ഈ ബഞ്ച് ഓഫ് ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, ഈ ഓട്ടിസം, ഡൗൺ സിൻഡ്രോം ഒക്കെ ബാധിച്ച ആ കുട്ടികളുടെ ഇടയിൽ ഏറ്റവും ലീഡായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഗോപികൃഷ്ണൻ വർമ്മ. മലയാളിയാണ്. ഞാൻ പഠിപ്പിച്ചിരുന്ന +2 പഠിപ്പിച്ചിരുന്ന സ്കൂൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈസ്റ്റിൽ, അവിടെയാണ് ഇദ്ദേഹം +2 പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ജനീലിയ ഉണ്ട്. ജനീലിയ ഇതിൽ സുനിത, വയസ്സ് 28, എൻ്റെ ഭർത്താവ് ധാരാളമായി ലഹരി അതല്ല, ഇത് വേറെ സുനിത, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, അമീർ ഖാൻ്റെ ഭാര്യയായിട്ട്. ഈ അമീർ ഖാനും ജനീലിയും തമ്മിലുള്ള കുറച്ച് സീൻസൊക്കെ കുറച്ച് ഡ്രാഗിങ്ങാണ്, ഒരു പാട്ടൊക്കെ ഉണ്ട് അങ്ങനെ. പക്ഷേ ഇതിങ്ങനെ സീൻസ് മാറി മാറി വരും. ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഭാഗിച്ച് വെച്ചേക്കാം. കുട്ടികളായിട്ടുള്ള സീൻസ് വരുമ്പോൾ ഭയങ്കര ഫണ്ണ്. അത് കഴിഞ്ഞിട്ട് ജനീലിയായിട്ടുള്ള ചില ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫും കാര്യങ്ങളും അതിൻ്റെ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നു. വീണ്ടും കുട്ടികളായിട്ട് വരുന്നു, അവരെ പിന്നെ കോച്ച് ചെയ്യുന്നു. ഓട്ടിസം എന്താണ് എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് സയൻറ്റിഫിക്കലി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അത് സ്പൂൺ ഫീഡിങ്ങും കാര്യങ്ങളൊന്നുമല്ല. വളരെ ഒരു ക്യാരക്ടർ അമീർ ഖാൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു പോവാണ്. അങ്ങനെ ഇൻ്റർവെല്ലൊക്കെ ആയി. അതിനു മുമ്പ് ചെറിയ മോട്ടിവേഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇൻ്റർവെൽ കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് ഇൻ്റർവെല്ലിൽ ഈ സ്പോർട്സ് ഡ്രാമയുടെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, പിള്ളേരായിട്ട് മാച്ചിന് പോകുന്നു. ഒരു ആദ്യത്തെ മാച്ച് സ്വാഭാവികമായിട്ടും കോമഡി ആയിരിക്കും. അതിനിടയ്ക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്, അവരുടെ ചില ഇൻട്രാക്ഷൻസ്, പെൺകുട്ടി ഭയങ്കര കോമഡിയാണ്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് രസത്തിൽ പോകുന്ന ഒരു സിനിമ. പിന്നെ അവസാനം മുംബൈയിൽ വെച്ചിട്ട് ഒരു മാച്ചാണ്. ആ മാച്ച് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ പറഞ്ഞാൽ വളരെ ഇന്നസെൻസ്, അവർക്ക് യാതൊരു അങ്ങനത്തെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പിടിവാശിയൊന്നുമില്ല. സ്റ്റാർ സോണകത്ത് എന്ന് പറയുമ്പോൾ നക്ഷത്ര കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവർ അവസാന മാച്ചിൽ ഇവർക്ക് ജയം തോൽവി അതൊക്കെ ഉണ്ടെങ്കിൽ കൂടെ അതെല്ലാം സെലിബ്രേറ്റ് ചെയ്യുക. അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു പാരൻസ്, അല്ലെങ്കിൽ വ്യക്തികൾ, അല്ലെങ്കിൽ കോച്ചസ്, അല്ലെങ്കിൽ സൊസൈറ്റി ആസ് എ ഹോൾ, അതിങ്ങനെ പറയാതെ പറഞ്ഞു പോവാണ്. അവർക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ഉണ്ടാകുന്ന ഹാപ്പിനെസ്സാണ്. അതെങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും, എങ്ങനെ അവരെ ചേർത്ത് പിടിച്ച് നിർത്താൻ പറ്റും എന്നൊക്കെ പറയാതെ പറഞ്ഞു പോകുന്ന സിനിമയാണ്. അവസാനം അമീർ ഖാൻ്റെ ചില ഇമോഷണൽ ആയിട്ടുള്ള ആക്ടിങ്ങും പരിപാടിയിലൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കേക്ക് വാക്കാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മേഖലയാണത്, അങ്ങനത്തെ ആക്ടിങ് സ്റ്റൈൽ ഓഫ് ആക്ടിങ് എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു മനോഹരമായിട്ടുള്ള
ഒരു കുഞ്ഞു സിനിമ. പല ചില സമയത്ത് നമുക്ക് ചെറുതായിട്ട് ഫീൽ ആവുകയും ചെയ്യും. പക്ഷെ ത്രൂ ഔട്ട് ഇതിൽ കോമഡിയാണ് മെയിനായിട്ട് വർക്കായിട്ടുള്ളത്. ഓവറോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ, നല്ലൊരു ഫീലാണ് കിട്ടിയിട്ടുള്ളത്. SRKയ്ക്കും ഈ റോള് കേക്ക് പോക്കാം.